ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആധാറും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് ഒരു 90% അപ്രൂവൽ ചാൻസ് ഉള്ള 5 പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ്. ഈ 5 ഈ 2026 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 ആപ്ലിക്കേഷൻസും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. നിങ്ങൾക്കൊരു എമർജൻസി കേസൊക്കെ മറ്റ് ആപ്പുകളിൽ നിന്ന് റിജക്ഷനൊക്കെ നേരിടുകയാണെങ്കിൽ പെട്ടെന്ന് പൈസ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു 5 ആപ്ലിക്കേഷനാണ്. ഞാൻ കൂടുതലായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്നാലും എമർജൻസി കേസൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു 5 ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തല പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നതാണ്, പിന്നീട് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് പോവുകയും ഇപ്പോൾ വീണ്ടും ഈ 2026 വീണ്ടും ലോഞ്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യൂസേഴ്സിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. പ്ലേ സ്റ്റോറിൽ ഒരു 2.8 സ്റ്റാർ റേറ്റിംഗേ ഉള്ളൂ. കൂടുതലും നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും പോസിറ്റീവ് റിവ്യൂസും അത്യാവശ്യം ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഏകദേശം 30,000 രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ 30,000 രൂപ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 500 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ഇവരിപ്പോൾ നിലവിൽ ലോണ് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. RBI അപ്രൂവ്ഡ് ലെൻഡർ ത്രൂ ആണ് ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. RBI അപ്രൂവ്ഡ് NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. തലാസൻ ഫിനാൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവർ ചോദിക്കുന്നത് ഏകദേശം 500 രൂപ മുതൽ 30,000 രൂപ വരെ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10% to 12% പ്രോസസ്സിംഗ് ഫീ ആണ്. അപ്പോൾ ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തിയായിരിക്കണം. ആധാർ കാർഡും പാൻ കാർഡും ഒരു വാലിഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടാമതായി വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെൽമണി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇവിടെ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെൽമണി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. RBI ലൈസൻസ് NBFC കെമക്സ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡർ ത്രൂ ആണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലും അത്യാവശ്യം ആൾക്കാർക്ക് ലോണ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ബട്ട് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ച് മാത്രം എടുക്കുക. 4.2 സ്റ്റാർ റേറ്റിംഗ്സും ഏകദേശം 50K+ ഡൗൺലോഡ്സ് ഉണ്ട്. ക്രിട്ടിക്കൽ റിവ്യൂസ് അത്യാവശ്യം ഒരുപാടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ പോസിറ്റീവിലും നമുക്ക് റിവ്യൂസ് കാര്യങ്ങളൊക്കെ അവർക്ക് ലോൺ കിട്ടിയതായിട്ടൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. സോ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഒട്ടും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് അത്രയും അർജൻറ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഒക്കെ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ ഏകദേശം ഇവർ സാലറീഡ് പേഴ്സൺസിന്, അതുപോലെ സെൽഫ് എംപ്ലോയിഡും അതുപോലെ അൺഎംപ്ലോയിഡ് ഇൻഡിവിജ്വൽസിനൊക്കെ ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഏജ് ക്രിറ്റീരിയ ആയിട്ട് ഇവർ പറയുന്നത് 21 അല്ലെങ്കിൽ അതിന് കൂടുതലുള്ള ആൾക്കാർക്കാണ് ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാം ഓൺലൈൻ ത്രൂ ആണ്, വേറെ അല്ലാത്ത രീതിയിലൊന്നുമില്ല. എല്ലാം ഓൺലൈൻ ത്രൂ ആണ്. ജസ്റ്റ് പാൻ കാർഡും ആധാർ കാർഡും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ടാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ് ടു 50,000 ഏകദേശം 50,000 രൂപ വരെയൊക്കെ ഇവരിപ്പോൾ നിലവിൽ ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 90 ദിവസം മുതൽ 220 ദിവസം തിരിച്ചടവ് കാലാവധിയിലാണ്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുക. നല്ല ഇൻട്രസ്റ്റ് കൂടുതലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ പോലും വളരെ എമർജൻസി ആണെങ്കിൽ ട്രൈ ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ മൂന്നാമതായി വരുന്നതാണ് കുബിസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലോൺ പ്ലാറ്റ്ഫോമാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ കുറച്ച് പേർക്കൊക്കെ ലോൺ കിട്ടിയെന്ന് കമൻറ്റ് ബോക്സ് കണ്ടു. ബട്ട് അവർ പറഞ്ഞത് വളരെയധികം ഇൻട്രസ്റ്റ് കൂടുതലാണ്, അതുപോലെ ആപ്ലിക്കേഷന് കുറേ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പം റീപേയ്മെൻറ്റ് ചെയ്താൽ അതിൽ ഷോ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പോലും ചിലർക്ക് ഇതിൽ നിന്ന് ലോണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. റേറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. 2.9 സ്റ്റാർ റേറ്റിംഗേ ഉള്ളൂ. ക്രിട്ടിക്കൽ റിവ്യൂസാണ് കൂടുതലെന്നില്ല, അത്യാവശ്യം കുറച്ച് റിവ്യൂസേ ഉള്ളൂ, ഒരു 10 റിവ്യൂ അതിൽ കാണുന്നുള്ളൂ. അതുപോലെ പോസിറ്റീവും അത്യാവശ്യം റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ കിട്ടിയവരും ഉണ്ട്, കിട്ടാത്തവരും ഉണ്ട്. സോ നിങ്ങളുടെ റിസ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എമർജൻസി കേസ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇതൊക്കെ, ഈ എല്ലാ ആപ്ലിക്കേഷനും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഇവർ ലോൺ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ 10,000 രൂപയൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 to 4 മാസത്തെ തിരിച്ചടവ് കാലാവധിയാണ്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. നിങ്ങൾ സാധാരണ നമ്മൾ മറ്റ് ആപ്പുകളിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും വളരെയധികം കൂടുതലാണ്. മറ്റ് ആപ്പുകളിൽ നിന്നൊക്കെ റിജക്ഷൻ നേരിടുകയാണെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷനൊക്കെ ട്രൈ ചെയ്യുമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ആധാർ കാർഡും പാൻ കാർഡും ആണ് വരുന്നത്. പിന്നെ 21 വയസ്സുണ്ടായിരിക്കണം. മാസം ഒരു 15,000 രൂപ സാലറീഡും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ.
ഫ്രണ്ട്സ്, അപ്പോൾ നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വിശ്വസിക്കാവുന്ന ലെൻഡിങ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വിശ്വസിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ നമ്മുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ലോണ് കാര്യങ്ങളൊക്കെ തരുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, എലിജിബിലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 21 വയസ്സുണ്ടായിരിക്കണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും. റിവ്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ 4.4 സ്റ്റാർ റേറ്റിംഗും 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും ഉണ്ട്. കൂടുതലും പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല വിശ്വസിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ലെൻഡിങ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം 10,000 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ 21 വയസ്സുണ്ടായിരിക്കണം, മാസം ഒരു 20,000 രൂപ സാലറി ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നല്ലൊരു ആപ്ലിക്കേഷനാണിത്. ഫ്രണ്ട്സ്, ഈ അവസാനത്തെ DMI ഫിനാൻസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലോണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ട്രസ്റ്റ് ആയിട്ടുള്ള ലെൻഡേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. RBI അപ്രൂവ്ഡ് NBFC ത്രൂ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കൂടെ നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയി ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. സോ DMI ഫിനാൻസ് പേഴ്സണൽ ലോൺ ആപ്പ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ളത്. സോ 4.3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. 5 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉണ്ട്. നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. റിവ്യൂസ് ആണെങ്കിലും നല്ല റേറ്റിംഗ് ആണ്. ക്രിട്ടിക്കൽ എന്തായാലും ഉണ്ടാകും, എന്നാൽ പോലും പോസിറ്റീവാണ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കൂടുതൽ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലോൺ എത്രയാണ് കൊടുക്കുന്നത് കൂടെ നമുക്ക് നോക്കി നോക്കാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ ഇവർ ലോൺ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഓൺലൈൻ ത്രൂ. അതുപോലെ ഇവർ ബിസിനസ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൺസംഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ലോൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 12 to 60 മാസമാണ്. സോ വിശ്വസിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനും നല്ല രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ പറഞ്ഞ 5 ആപ്ലിക്കേഷനും നിങ്ങൾക്ക് എമർജൻസി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. ആദ്യത്തെ 3 ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിലൊക്കെ നോക്കിയിട്ട് എടുക്കേണ്ട ആപ്ലിക്കേഷനാണ്. എന്നാൽ അവസാനം പറഞ്ഞ 2 ആപ്ലിക്കേഷൻസ് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നാൽ ആദ്യത്തെ 3 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലുള്ള ഒരു എമർജൻസി കേസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. ഇൻ കേസ് മറ്റ് ആപ്പിൽ നിന്നൊക്കെ ലോൺ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഒരു എമർജൻസി എന്ന രീതിയിൽ ട്രൈ ചെയ്യുക. സോ ഒരു റിവ്യൂ എന്ന രീതിയിൽ ചെയ്ത വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ട് ലോൺ എടുക്കുക. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക. ഏതൊരു ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കുമ്പോഴും ഒരു തവണ റീചെക്ക് ചെയ്ത ആപ്ലിക്കേഷനെ പറ്റി കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ അപ്ലൈ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചടയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. തിരിച്ചടയ്ക്കാതിരിക്കരുത്. ലോണാണ്, നിങ്ങളുടെ സിബിൽ കാര്യങ്ങളൊക്കെ ഡൗൺ ആവും. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്